ഹായ് ഫ്രണ്ട്സ്, ശ്രേയോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. പക്ഷേ മഴ കാരണം മുകളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അത് തന്നെയല്ല, നമ്മൾ റീസെയിലോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സ്വന്തം ട്യൂബേഴ്സാണ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോഴിപ്പം ലോട്ടസൊക്കെ നല്ല ഫ്ലവറിങ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ട്യൂബേഴ്സ് ഒന്നും കിട്ടുന്നില്ല. മഴ കാരണം മുകളിലേക്ക് കയറിയിട്ട് കുറച്ചധികം ദിവസമായി. നമുക്കിവിടെ സ്റ്റെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കയറാൻ. ഞാൻ ഏണി വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. തെറ്റി വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കാം. ഇനിയിപ്പോൾ നല്ല പണിയുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വെക്കാനുള്ള സ്ഥലപരിമിതി കാരണം ഞാൻ പഴയ വെറൈറ്റീസൊക്കെ കുറേ ഒഴിവാക്കി. എന്നിട്ട് പുതിയ വെറൈറ്റീസും എപ്പോഴും ഫ്ലവർ വരുന്ന വെറൈറ്റീസ് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. എന്നും ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് ബുൾസൈ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇത് കാണാൻ. ഇതിൻ്റെ ട്യൂബറിൽ നിന്നാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ബുൾസൈഡ്. ഇത് ബ്ലൂ ക്യാപ്പൻസിസ് എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ്. ഇത് ട്യൂബറിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് ബ്ലൂ വിസിൽ എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ്. ഇത് ലീഫിൽ നിന്നാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ സുന്ദരിയായ മയൂരിയാണ്. മയൂരിയുടെ ബഡാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോട്ടസാണ് മയൂരി. ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് മയൂരിയുടെ. ഇത് S1 എന്ന് പറയുന്ന ഒരു ബൗൾ വെറൈറ്റി ലോട്ടസാണ്. ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് S1. നമ്മളെ ചന്ദ്രഭാഗയുടെ ഫ്ലവറാണ്. നല്ല ഫ്ലവറാണ്. വെറൈറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ D9 ആണെന്നും പറഞ്ഞ് വാങ്ങി വെച്ചതാണ്. പക്ഷെ ചെറിയ ഫ്ലവറാണ് വരുന്നത്. ഇത് നിത്യ എന്ന് പറയുന്ന ഒരു ബൗൾ വെറൈറ്റി ലോട്ടസാണ്. നല്ല ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് നിത്യ. ഇത് അതിഥി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോട്ടസാണ്. നല്ല ഒരു ബ്ലൂമറാണിത്. ഇത് കിവി എന്ന് പറയുന്ന ലോട്ടസാണ്. നല്ല ബ്ലൂമറാണ് കിവി. ഇഷ്ടംപോലെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. ഇത് ലീല എന്ന് പറയുന്ന സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റി ലോട്ടസാണ് ലീല. ഇത് ലാവണ്ടർ മിൽക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ബഡാണ്. ഇത് നമ്മുടെ അഹല്യയുടെ ബഡാണ്. നല്ലൊരു ബ്ലൂമറാണ് അഹല്യ. ഇത് വാട്സാനയുടെ ഫ്ലവറാണ്. 2 സ്റ്റാൻഡ് ലീഫിൽ തന്നെ ബഡ് വന്നു. നല്ലൊരു ബ്ലൂമറാണ് വാട്സാന. നല്ല വലിപ്പമുള്ള ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. അടുത്ത വെറൈറ്റി കുടമുല്ലയാണ്. ഇത് വജ്രയുടെ ബഡാണ്. ഇത് നമ്മുടെ ഗോൾഡൻ സൺസെറ്റിൻ്റെ ബഡാണ്. അടുത്ത വെറൈറ്റി ബട്ടർ മിൽക്കാണ്. ഇതിന് ട്യൂബറൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമുള്ളൊരു വെറൈറ്റിയാണ് ബട്ടർ മിൽക്ക്. ഇത് സെറയുടെ ഫ്ലവറാണ്. നല്ല റെഡ് കളർ ഫ്ലവറാണ് സെറയ്ക്ക്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇഷ്ടംപോലെ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് സെറ. നമ്മുടെ കർണയുടെ ഫ്ലവറാണ് കർണ. ഇത് ഞാൻ വിരിയിപ്പിച്ച ഫ്ലവറാണ്. മാജിക് വൈറ്റിൻ്റെ ഫ്ലവറാണ്. വിരിയാറായില്ല. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിരിയിപ്പിച്ചതാണ്. നല്ല ഫ്ലവറാണ് മാജിക് വൈറ്റിൻ്റെ. ഇത് നമ്മുടെ ബുച്ചയുടെ ബഡാണ്. ഇത് പുതിയ വെറൈറ്റിയായ ലാവണ്യ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ബഡാണ്. ഇത് നമ്മുടെ ഇത്തിരി കുഞ്ഞൻ ലിയാങ്ക്രിയുടെ ബഡാണ്. വിരിഞ്ഞിട്ടില്ല. ഇത് ഞാൻ അമേരിക്കൻ മേലിയാണെന്നും പറഞ്ഞ് വാങ്ങി വെച്ച ഒരു ട്യൂബറാണ്. പക്ഷേ അതിൻ്റെ ബഡ് കണ്ടിട്ട് അമേരിക്കൻ മേലിയ പോലെ എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം റീപ്പോർട്ട് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം റീപ്പോർട്ട് ചെയ്തതിന് ശേഷം വന്ന ബഡാണ്. ഒരു 7-8 മാസം കൊണ്ടേ ഫ്ലവറൊന്നും തരാതെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഐഡിയ അറിയാൻ വയ്യായിരുന്നു. ഇപ്പം ബഡ് വന്നപ്പം ഏകദേശം അമേരിക്കൻ മേലി അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഫ്ലവർ വിരിയുമ്പോൾ അറിയാം ഇതേതാ ഐഡിയ എന്ന്. അടുത്തത് വാനില കെച്ചപ്പാണ്. ഫ്ലവർ
ഞാൻ വിരിയിപ്പിച്ചതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. വിരിയാറായില്ല. നല്ല രസമുണ്ട് കാണാൻ. നല്ല വലിപ്പമുള്ള ഫ്ലവർ, ഫസ്റ്റ് ഫ്ലവറാണ് അതിൻ്റെ. ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചാണ്. റണ്ണറും കിട്ടിയില്ല, ട്യൂബറും കിട്ടിയില്ല. ഒരു നേരത്തെ ഒരു റണ്ണർ, അത് പിടിച്ച് കിട്ടുമെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ നട്ടുവെച്ചത് എന്തായാലും പിടിച്ച് കിട്ടി. ആദ്യം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബഡാണ് വന്നത്. വീണ്ടും ഒരു ബഡ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ബഡാണ്. ആദ്യം വന്ന ബഡ് വാട്ടർ ലെവലിന് മുകളിലോട്ട് വന്നില്ല, അപ്പോൾ തന്നെ അത് ചീത്തയായിപ്പോയി. ഇപ്പം നല്ല ഫ്ലവറാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന സുന്ദരിയാണ്. സുന്ദരി ലോട്ടസ് ക്രിസ്റ്റൽ പിങ്ക്. ഇത് ശ്വേതയുടെ ബഡാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്, മൊസൈക്ക് പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. വെള്ളത്തിൽ കിടക്കുമ്പം ചെറിയ പൂക്കളാണ് ഇതിലും, യെല്ലോ കളറുള്ള. അപ്പോൾ ഗാർഡനൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വീട്ടിലൊരു താമര വേണമെന്നും പറഞ്ഞ് തുടങ്ങിയതാണിത്. ഒരു താമരയിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും താമരയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി സ്ഥലപരിമിതി കാരണം ഇനി കൂടുതൽ താമരയൊന്നും എടുത്ത് വെക്കാനും പറ്റുന്നില്ല. അതുമല്ല വെള്ളമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏണിയിട്ടാണ് കയറുന്നത് തന്നെ. പിന്നെ ഇതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടുന്നത് കൊണ്ട്. അപ്പോൾ എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.